നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് നല്ല മധുരമുള്ള പൂ പോലെയുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 150 ഗ്രാം മൈദ ഒരു ബൗളിലേക്ക് ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 2 മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. നമുക്കിനി ഇത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിനി നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അല്പം പഞ്ചസാര പാനിയുടെ ആവശ്യമുണ്ട്. ഒരു പാത്രത്തിൽ 1/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാരയും 2 ഏലക്കാവിടെ പൊട്ടിച്ചിടാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒറ്റനൂൽ പരുവമൊന്നും ആവണ്ട, കയ്യിലൊന്ന് ഒട്ടുന്ന പരുവം, ഒരിച്ചിരി കട്ടിയാകുന്ന പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിക്കാം. കൂടുതൽ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ പുളിപ്പൊരു നല്ല ടേസ്റ്റാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങ ഒഴിവാക്കാം. നമുക്കിനി ഇത് മാവെടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. എന്നിട്ടൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അതുപോലെ ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കി വരുന്നതെല്ലാം കൂടെ വീണ്ടും പരത്തിച്ച് നമുക്കിതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാവേ. ഇനി നമ്മൾ വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടൊന്ന് അടുക്കി വെക്കാം. എന്നിട്ടത് ആ ചേരുന്ന ഭാഗമില്ലേ അവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഈ അറ്റമാവിലിങ്ങനെ ചുരുട്ടി എടുക്കാം. വിട്ടുപോകാതെ നോക്കണേ. എല്ലാം ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് മുറിച്ചെടുക്കണേ. കണ്ടോ, ഇപ്പോൾ ഇതിനൊരു പൂവിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ. ഇനിയിപ്പോൾ ഇത് പൂവിൻ്റെ ഇതള് മലർത്തിയെടുക്കുന്ന പോലെ ഒന്ന് പതുക്കെ പുറത്തോട്ടൊന്ന് ഇതാക്കിയെടുക്കാമേ. എന്നിട്ട് ഇതിൻ്റെ അടിവശം ഒന്ന് തട്ടി കൊടുക്കണേ. അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പം അധികം കട്ടിയാകാനും പാടില്ല, അങ്ങ് തീരെ കനം കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇച്ചിരി വലിയ ഫ്ലവർ കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി കട്ടിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു സെറ്റ് മാവ് ഇതുപോലെ കുഴച്ചിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസിനകത്ത് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതെന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പൂക്കളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇച്ചിരി കളർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയിരുന്നില്ല, ഇച്ചിരി ഡാർക്കായിപ്പോയി സംഭവം. ഇനി ചൂടായ ചീനിച്ചട്ടിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് വറുത്ത് കോരാം. എണ്ണ പതുക്കെ ഇങ്ങനെ ഒന്ന് തെപ്പി കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇത് ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേന് ഇത് പതുക്കെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ല കളറായി കഴിയുമ്പോഴത്തേനും ഉള്ളൊക്കെ വേണ്ടേ, നല്ലപോലെ ഒരു നല്ല കളറായി കഴിയുമ്പോഴത്തേനും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ബീട്രൂട്ട് ചേർത്തതും വറുത്തെടുക്കുകയാണ്. ഇത് ഉദ്ദേശിച്ച കളറൊന്നും കിട്ടിയില്ല, പക്ഷെ കൂടുതൽ അങ്ങ് ഡാർക്കായി പോവുകയും ചെയ്തു. എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള പൂക്കളാണ്, ചെറിയ പൂക്കളാണ് കേട്ടോ നല്ലത്. ഇത് നമുക്കിനി പഞ്ചസാര പാനിൽ മുക്കിയെടുക്കാം. പഞ്ചസാര പാനി മുക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അധികം മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പനേരം കൂടി ഇട്ടാൽ മതിയാകും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇതളുകളൊക്കെ ഇങ്ങനെ വിടർത്തിയെടുക്കുമ്പോഴേക്കും ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പഞ്ചസാര പാനിയൊക്കെ ഊറി വരും. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന അന്നും പിറ്റേ ദിവസത്തേന് ഇത് കൊള്ളത്തുള്ളൂ കേട്ടോ. കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പിന്നെ ഒറ്റനൂൽ പരുവാക്കി വെച്ച് അത് ഇതിൽ മീതെ കൂടെ കോരി ഒഴിച്ചാൽ മതിയാവും. ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയമില്ല, അപ്പോൾ അവർക്ക് ഇതുപോലെ പൂക്കളൊക്കെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.